ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ സീമന്തത്തിൻ്റെ ഒരുക്കങ്ങളുടെ പാർട്ട് 3യിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതോടുകൂടി ഈ പരിപാടി അവസാനിക്കുകയാണ്. വളകാപ്പിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഫസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി 2 മേക്കിംഗ് വീഡിയോ ഉണ്ടായിരുന്നു നമ്മൾ ഒരുക്കങ്ങളെ പറ്റി. ഇരുന്ന് പൂ കെട്ടിക്കൊണ്ടിരുന്ന എൻ്റെ കുഞ്ഞാണ് കേട്ടോ. കുഞ്ഞാണ് എൻ്റെ എല്ലാ മേക്കപ്പും സാരി ഡ്രൈപ്പ് ചെയ്തതും കയ്യിൽ മെഹന്തി ഇട്ടതും ഒക്കെ കുഞ്ഞാണ്. പാചകം ചെയ്യുന്നതാണ് എൻ്റെ ഡാഡിക്കുള്. ആളാണ് പാചകം ചെയ്യുന്നത്. നേരത്തെ വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും അച്ഛനെ. പിന്നെ മാമനുണ്ട്, സൈത്തിൻ്റെ മാമനും മാമിയാണ് അവിടെ ഇരുന്ന് ഇതാണ് മാമി പൂ കെട്ടിക്കൊണ്ടിരുന്നത്. കുറച്ച് നേരത്തെ എടുത്ത വീഡിയോ അതിന് മുമ്പുള്ളതാണ്. അമ്മ അടുക്കളയിലായിരുന്നു, അതുകൊണ്ട് ഫേസ് തരാത്തത്. അനിയനാണ് വീഡിയോ എടുക്കുന്നത്. ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു. നമ്മുടെ വീടിൻ്റെ ബാക്കിൽ തന്നെയാണ് എല്ലാം സെറ്റ് ചെയ്തത്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം നമ്മൾ വാടകയ്ക്ക് എടുത്ത് വീട്ടിൽ തന്നെയാണ് സെറ്റ് ചെയ്തതെന്ന്. പിന്നെന്താ, ഇത് അനിയന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അനിയന്മാരാണ് എല്ലാത്തിനും സഹായിക്കാൻ നിന്നത്. എൻ്റെ ഫ്രണ്ട് വന്നായിരുന്നു. പിറ്റേന്ന് വരാൻ പറ്റാത്തവരൊക്കെ തലേന്ന് വന്ന് എന്നെ കണ്ടിട്ട് പോയായിരുന്നു കേട്ടോ. പിന്നെ കുഞ്ഞാണ് എൻ്റെ മെഹന്തി ഇട്ട്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ വർക്കും ചെയ്ത കുഞ്ഞാണെന്ന്. ആളാണ് എനിക്ക് മെഹന്തി ഇട്ട. ആളുടെ മോളാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരുന്നത്. അവൾ ബോറടിച്ചിരിക്കുകയായിരുന്നു. പതിയാണ് അവൾക്ക് വൈബ് സെറ്റായി വന്നത്. കാരണം പിന്നെയാണ് നമ്മളെല്ലാവരും ഉറക്കാതിരിക്കാൻ വേണ്ടി പിന്നെ പാട്ടും ബഹളമൊക്കെ ആയി അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് എല്ലാവരും ആ ഒരു മൂഡിലേക്ക് വന്നത് കേട്ടോ. അപ്പം കുഞ്ഞമ്മ വന്നപ്പോൾ ഭയങ്കര തലവേദന. നാളെ ഞാൻ ഗുളിയൊക്കെ കൊടുത്ത് ഉറക്കി എണീപ്പിച്ച് വീണ്ടും 10 മണിക്ക് തൊട്ട് പണി തുടങ്ങിയതാണ്. പിറ്റേന്ന് വരെ നമ്മൾ പിന്നെ ഉറങ്ങിയിട്ടില്ല. എനിക്ക് അടിപൊളിയായിട്ട് മെഹന്തി ഇട്ട് തന്നു, അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്ത് തന്നു, അടിപൊളിയായിട്ട് ഹെയർ ചെയ്ത് തന്നു. എല്ലാം നമ്മുടെ കയ്യിലുള്ള ഞാൻ പ്രോഗ്രാമിന് മേടിച്ചതും. കുഞ്ഞമ്മ ഇപ്പം കുഞ്ഞമ്മ സർട്ടിഫൈഡ് ആയിട്ടുള്ള ബ്രൈഡൽ കോഴ്സ് കഴിഞ്ഞതാണ് കേട്ടോ. കുഞ്ഞമ്മ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്, ചെറിയ ചെറിയ വർക്കൊക്കെ ചെയ്തു തുടങ്ങി. ആളാണ് എല്ലാം ചെയ്തു തന്നത്. ഇത് കുഞ്ഞമ്മയൊക്കെ ഇരുന്ന്, കുഞ്ഞേയും എൻ്റെ നാത്തൂനും കൂടി, അവളെ ഈ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് കാണാം, അവളെ ഫേസ് കാണാൻ പറ്റുന്നില്ല. നാത്തൂനും കൂടി അവിടെ സെറ്റ് ചെയ്തുകൊണ്ട് നിന്നപ്പോൾ നമ്മൾ പിന്നെ ഞാൻ ഈ പയ്യന്മാരുടെ കൂടെ, ഇതെല്ലാം എൻ്റെ അനിയന്മാരാണ്ടാ. ഇതെൻ്റെ ഹസ്ബൻഡാണ്. എൻ്റെ ഭയങ്കര ഫോമിലായിരുന്നു ആൾ. പാട്ടൊക്കെ പാടിയിട്ട് നമ്മൾ കുറച്ച് പാട്ട് കേൾക്കാം. സംഭവം ആൾ നല്ല ഫോമിലാണ്. വല്ലപ്പോഴും അല്ലേന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ ആഘോഷിക്കാൻ ഞാൻ അനുവാദം കൊടുക്കാറുണ്ട്. അതുപോലെ ഒന്ന് ആഘോഷിക്കാൻ കൊടുത്ത അനുവാദം എന്നത് എനിക്കൊരു ഭാരമായി വന്നു. പിന്നെ പിന്നെ ആ പയ്യന്മാർ അവരുടെ സ്നേഹത്തിൻ്റെ പുറത്താണ് വന്ന് നമുക്കെല്ലാം ചെയ്തു തന്നത്. ഇതെൻ്റെ അനിയനെ എടുത്തിട്ട് അനിയനെ അനിയത്തിയും കൊല വിളിക്കുകയാണ് ആൾ. അവന്മാർ അതിൻ്റെ പുറത്ത് ഞാൻ ആദ്യമൊക്കെ വഴക്കൂടിയെങ്കിലും പിന്നെ അതിൻ്റെ പുറത്ത് അവന്മാരല്ലേ സഹായിച്ചത്, അതുകൊണ്ട് അങ്ങനെ ആഘോഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. ഇത് ഓൾറെഡി പിറ്റേന്ന് സീമന്തത്തിൻ്റെ ഡേ നമുക്ക് മേക്കപ്പ് ചെയ്താണ്ടാ. ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞാണ് ചെയ്തതെന്ന്. ഞാൻ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ. അടിപൊളിയായിട്ട് ചെയ്ത് തന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത്രയും ചെറിയൊരു ടൈമിൽ ചെറിയൊരു പ്രോഡക്റ്റിൽ കുഞ്ഞമ്മ ഉള്ളത് വെച്ചിട്ട് എനിക്ക് ചെയ്തത്. അത് അടിപൊളിയായിട്ട് ചെയ്തു. ലോങ് ലാസ്റ്റിംഗ് ആയിരുന്നു മേക്കപ്പ്. ഞാൻ ഫോട്ടോഷൂട്ട് ചെയ്ത് വൈകിട്ട് 4-5 മണിയായി ഫോട്ടോഷൂട്ട് ചെയ്തത്. ആ സമയം വരെയും മേക്കപ്പിന് ഒരു കുഴപ്പമില്ലാണ്ടിരുന്നു. സംഭവം മഞ്ഞൾ ഇതൊക്കെ തേച്ചിട്ടാണ് സീമന്തത്തിൻ്റെ ചടങ്ങുകൾ നടത്തിയത്. കാരണം നമ്മളെ നോർമൽ ചടങ്ങ് പോലെയല്ല. തൊട്ട് പിറകിൽ വെട്ടിയിട്ട് വാഴ പോലെ കിടക്കുന്ന എൻ്റെ ഭർത്താവാണ്. നേരത്തെ പാട്ടൊക്കെ പാടി ആർമ്മതിച്ചില്ലേ. രാവിലെ 9:30, ഞാൻ മേക്കപ്പ് കഴിഞ്ഞ് 10 മണിക്ക് ചടങ്ങ് ആയിരുന്നു. 9:30 ആയിട്ട് എണീറ്റില്ല. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നപ്പോൾ ഞാൻ ചവിട്ടി എഴുന്നേൽപ്പിച്ചാണ് വിട്ടത്. അപ്പോഴാൾക്കൊന്ന് ബോധം വന്നത്. പിന്നെ വല്ലപ്പോഴും അല്ലേ നമുക്ക് വിട്ട് കളയാം. അങ്ങനെ പിന്നെ രാവിലെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. മാക്സിമം ഒരുപാട് പേരുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ മേക്കപ്പ്. ഇതെൻ്റെ കുഞ്ഞയുടെ ഹസ്ബൻഡാണ് ഇതൊക്കെ ചെയ്യുന്നത്, പടുക്ക വയ്ക്കുന്നത്. കറക്റ്റ് തമിഴ് സ്റ്റൈലിലുള്ളൊരു ചടങ്ങാട്ടോ നമ്മൾ സീമന്തം ചെയ്തത്. പൊട്ട് വയ്ക്കുന്നതും അതും ഇതുമൊക്കെ ചെയ്തത് അങ്ങനെയാണ്. പിന്നെ എല്ലാവരും ചോദിച്ചതായിരുന്നു, നാത്തൂനാണ് നമ്മളെ പിടിച്ചിരുത്തുന്നത്. പിന്നെ എല്ലാവരും ചോദിച്ചതായിരുന്നു, എന്താ ഇയാൾ ഉയർന്നിരിക്കുന്നത് ഭർത്താവ്. അത് എനിക്ക് കാല് വേനിക്കും, കാലിനിപ്പം കുറച്ച് ഇതായിട്ട് മാസം ആയി വരുന്നതനുസരിച്ച് എൻ്റെ കാലിൽ മസിൽ കയറാറുണ്ട്. അപ്പം ഞാൻ താഴ്ന്നിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. സാരിയും കൂടിയല്ലേ, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇരുന്നത്. പിന്നെ എൻ്റെ അച്ഛൻ ആണ് പൊട്ട് വെച്ച് തുടങ്ങിയത്. അതിന് ശേഷം അമ്മ മടി നിറച്ചതിന് ശേഷം ബാക്കിയുള്ളവർ വന്നു. പിന്നെ ദക്ഷിണ അങ്ങനെ കുറച്ച് ചടങ്ങുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു ചടങ്ങ്. സാധാ നമ്മളെ നാട്ടിൽ ചെയ്യുന്ന മടി നിറയ്ക്കൽ മാത്രമല്ല ചെയ്യുന്നത്, കറക്റ്റ് തമിഴ്നാട് സ്റ്റൈലിലാണ് കേട്ടോ ചെയ്തേക്കുന്നത്. നല്ല നല്ല രസം, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. ഇത് അമ്മയുടെയും അച്ഛൻ്റെയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. ബാക്കി വീഡിയോസൊക്കെ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്, വളകാപ്പ് വീഡിയോ. അപ്പോൾ ഇനി സന്ധിക്കും വരെ എല്ലാവർക്കും വണക്കം. എൻ്റെ വീഡിയോസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ബായ്.